എന്റെ അമ്മേ. ആദ്യം തടിച്ചിട്ട് കുറുതായിട്ട് എന്നെ പോലൊക്കെ തന്നെ ഉണ്ടാവും. എന്നിട്ടാണ് ആ പായൽ കയറിയിട്ട് കിസടിച്ചേ? അവൾക്ക് എന്താ വട്ട? ഓൾ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. ഓളൊന്നും എന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു പറഞ്ഞേ. അങ്ങനൊന്നും അല്ല. ഏട്ടന് ആർക്കാ ഇഷ്ടല്ലാത്ത? എനിക്കിഷ്ടല്ലേ. അപ്പൊ ഇനി പറയുന്ന എനക്ക് നല്ല പെണ്ണിനെ കിട്ടുമെന്ന്? പിന്നല്ലാണ്ട്. നിങ്ങൾ വേഗം പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലേ. ആടെ ആ പ്രശ്നം പറഞ്ഞേ എനിക്ക് അറിഞ്ഞൂടെ. ആ കറുത്ത പെണ്ണിനെ കണ്ടേരം ഞാൻ അറിയാണ്ട് ആടുന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നു പോയി. ഓളാണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാന്ന്. പെണ്ണ് കാണിക്കുന്ന പോയിട്ട് ഓളൊന്നും എന്നെ അടുപ്പിക്കുക പോലും ഇല്ല. എന്റെ ജയേഷേട്ടാ, അതൊരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചേട്ടനൊന്ന് പോയി നോക്ക്. പല്ലവി എന്റെ ചങ്ങായി വിനോദിന്റെ മോളാണെങ്കിൽ ഓൾ എനിക്ക് പെണ്ണ് കാണിച്ചു തരുകയും ചെയ്യും. നീ എന്റെ മോനാണെങ്കിൽ ഓള് കാണിച്ചു തരുന്ന പെണ്ണിനെ നീ കെട്ടുകയും ചെയ്യും. പറ്റില്ലാന്നൊരു വാക്കിന്റെ വായിന്ന് കേൾക്കാൻ പാടില്ല. യെസ് എന്ന് മാത്രമേ കേൾക്കാവൂ. No, I'm sorry. ഈ പരിപാടി ശരിയാവില്ല പല്ലവി. ഏത് പെണ്ണാലും മതിന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മളെ ചെക്കൻ മുന്നോട്ട് വരുമ്പോ നീ ഓനെ കണ്ട കൈസാട് പൊമ്പളെടുത്തെല്ലാം കൊണ്ട് പോയിട്ട് അങ്ങ് അപമാനിക്ക. ജയേഷ്, അപ്പൊ ഈ യെസ് പറഞ്ഞെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരല്ലേ? താനൊരു തുറന്ന മനസ്സോടെയാണ് വരുന്നെന്ന് പറഞ്ഞ് രാഘവ മാഷ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അയാൾക്ക് പ്രാന്താന്ന്. അല്ല, നിങ്ങളെന്തിനാ ഇതെല്ലാം അറിയുന്നത്? നിങ്ങളൊരു ബ്രോക്കർ അല്ലേ? കുടുംബമയം പോലും നോക്കാണ്ട് കണ്ട ചപ്രാച്ചി പെണ്ണുങ്ങൾക്ക് പോലും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റീനാ? മാങ്ങാത്തൊലി. ഓ, ഒരുത്തിക്ക് മീശിലാണുങ്ങൾ ഇഷ്ടമല്ല പോലും. പിന്നെ ആണുങ്ങളായ പിന്നെ മീശിണ്ടാവൂലേ? ജയേഷ്, അതിന് ഞാൻ ഈ കാണിച്ച കുട്ടികളെല്ലാം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണോ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അവരുടെ അടുത്ത് ആദ്യം മനസ്സ് തുറന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്? നിങ്ങൾ ഈ സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് മതിയാക്കി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ജയേഷ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഞാനൊരു സാധാരണ മാച്ച് മേക്കറിനെ പോലെ എങ്ങനെങ്കിലും ഒരു കല്യാണം നടത്തി ഫീസ് മേടിച്ച് പോകുന്ന ഒരാളല്ലെന്ന്. പണം വാങ്ങിയിട്ട് ഒരു ബ്രോക്കർ പറയുന്ന വർത്താനായത്. കട്ടു, വണ്ടി നിർത്തിക്കേ. പൈസ വയ്ക്കുമ്പോ വണ്ടി നിർത്തുന്ന പരിപാടി അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. നിർത്ത്. ആദ്യം 1000 കണ്ടീഷൻസ് വെക്കുക. അതൊന്നും നടക്കാതെ ആകുമ്പോ ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എങ്ങനെങ്കിലൊക്കെ ഒരു കല്യാണം നടത്തുക. രണ്ട് കുടുംബങ്ങളെ എങ്ങനെങ്കിലും ചേർത്ത് വെക്കുന്ന ഒരു പ്രോസസ് അല്ല വിവാഹം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിവാഹം. ഉപദേശം. Just shut up. Jayesh, this is where we part our ways. പല്ലവി please. All the best. പല്ലവി. പല്ലവി, എന്റെ കുമ്പിടി തലയിൽ കാക്കോത്താണ് നോക്കോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ ജിതേഷിനെ തടയേണ്ടായിരുന്നു. ഓം പറയുമ്പോൾ തോന്നുന്നു ഓം പറയുന്നത് ശരിയെന്ന്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുക പല്ലവിയെന്ന് ശരിയെന്ന്. എൻ്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതേ ഈടെ പെമ്പിള്ളർ കുറവാ. ഉള്ളതിനാണെങ്കിൽ നാട്ടിലില്ലാത്ത കണ്ടീഷൻസും ഡിമാൻഡ്സും. ചേട്ടനും ഉണ്ടായിരുന്നല്ലോ കുറെ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ. ഏട്ടൻ കാരണം എത്ര ചേച്ചിമാര് വിഷമിച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞത് ശരിയാ പറഞ്ഞേ. ഞാൻ ഒരുപാട് പെമ്പിള്ളറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓരെല്ലാം ശാപം ചിലപ്പോൾ ഉണ്ടാവും അല്ലേ എനക്ക്? ഏട്ടാ എണീറ്റാ? എണീക്ക്. എന്താടാ കട്ടു? നിങ്ങളെ കല്യാണം ഉറപ്പിച്ച് നല്ല നരിമാർക്ക് പോലത്തെ ഒരു ഏച്ചി. വേദനിച്ചെനക്ക്. അപ്പൊ സ്വപ്നല്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. ആരുമായിട്ട്? എപ്പോ? എങ്ങനെ? എന്റെ അച്ഛൻ വടക്കേലെ നാറാണം കാണിച്ചെന്ന പെണ്ണുമായിട്ട്. എടാ, അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നീയും അച്ഛനും കൂടി തൃക്കരി പോലെ ഒരു പെണ്ണ് കാണാൻ പോയത് ഓർമ്മയുണ്ട് എനിക്ക്. എന്നിട്ട് ദൂരം ജാസ്തി ആയിട്ട് ഒഴിവാക്കിയ മാഷേ. ഓളെ ഞാൻ കണ്ടടാ അങ്ങ് തിരുനെല്ലിയിൽ വെച്ചിട്ട്. അച്ഛന്റെ ചിതാഭസ്മ നിമഞ്ജനം കഴിഞ്ഞ് തിരുനെല്ലിപ്പുഴയിൽ ഞാൻ നേരെ മുങ്ങി നേരുമ്പോ നേരെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആ വടക്കേലെ നാരായണൻ ലെജൻഡ് ആണറാ, ലെജൻഡ്.
അച്ഛന്റെ ചിതാഭസ്മം തിരുനെല്ലിപ്പുഴയിൽ ഒഴുകി പരന്നില്ലാണ്ടാവുന്നതിന് മുമ്പേ എന്റെ കാര്യം ശരിയാക്കിയിട്ടാണ് ഓറ് പോയത്. അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുട്ടീനെ ഒന്ന് പോയി കാണണ്ടേ? ഇനിയിപ്പോ അതൊന്നും വേണ്ടാന്ന്. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്നല്ലാണ്ട് പറഞ്ഞു പറഞ്ഞ രാഘവന്റെ 70 എത്താനായി. എനിക്ക് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. പരസ്പരം അറിയാണ്ട് സംസാരിക്കാണ്ട് എങ്ങനെയാ? അത് ശരിയാ അച്ഛാ. ഉണ്ടായിരിക്കാണ്. നീ ആ ഗോപികയുടെ അടുത്ത് സംസാരിക്കാൻ പോയ ക്ഷീണം തന്നെ ഇതുവരെ മാറിയില്ല. കല്യാണത്തിന് മുമ്പ് നീ വീടിന്റെ പടി ഇറങ്ങി നിറഞ്ഞ അതിന്റെ കാലിന്റെ മുട്ടിനെ ചേർട്ട ചാട്ടിക്കളി. മാഷ അറ്റാക്ക് ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോധം വേണ്ടേ? ഒന്ന് മനസ്സിലാക്കാം. എടാ നീ എന്തിനാ ഈ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? എടാ ഓളപ്പുരം പോയിട്ട് ഒരു കാപ്പിയും കുടിച്ച് 2 മണിക്കൂർ സംസാരിച്ച് ഓളങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന? എടാ പഴയ ഒരു പാട്ടുണ്ട്, ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എൻ്റെ പൊന്നു മോനെ ജയ്ഷെ, എത്ര യുഗം കിട്ടിയാലും ഈറ്റിങ്ങളൊന്നും ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. എടാ ഞാൻ നോക്കിയിട്ട് ഇതൊരു ഉഗ്രൻ ആലോചനയാണ്. നീ അത് ഇത് പറഞ്ഞ് തിരിഞ്ഞഴിച്ചിട്ട് ഇതും കൂടി മിസ്സായി പോയാ പിന്നെ നല്ലൊരു പെണ്ണുകെട്ടിലുണ്ടാവൂലേ? അവസാനം ഈ വലിയ തറവാട്ടില് നീ ഒറ്റക്കായി പോവേ. ഇന്റെ മൂത്രവും തീട്ടും കൂടി കോരാൻ ഒരു മനുഷ്യനുണ്ടാവൂല. ബാക്ക് നിന്റെ ഇഷ്ടം. ഈ കാര്യത്തിൽ അതിന്റെ വീട്ടുകാരെപ്പോഴാണേ മലയാളി. കല്യാണോ ജയച്ചിനും കല്യാണോ. ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ, ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാം. ഇനി ചോറ് നിന്നിട്ട് പോകാൻ നോക്കാനുണ്ട്. മനസ്സിലായി നമ്മളെ അനീഷ വരണേ ബാബുട്ടാ വാ വരണേ പാലേ വേമ്പോ വേമ്പോ. അടുത്തേക്ക് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ അലറണ്ട, അങ്ങനെ കാണിച്ചാൽ മതി. എന്നാലും എനിക്ക് അതെല്ലാം പറഞ്ഞേ, വീണ് കിട്ടിയതാണെങ്കിൽ ഓനോന്റെ ടൈപ്പിൽ ഒരുത്തിയെ തന്നെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കും. എന്റെ അനീഷേട്ടാ, നമ്മുടെ ജയേഷന്റെ ജാതകം ഉണ്ടല്ലോ, ഒരു ജാതക. കേറി കേറി. ഹലോ സുമിത്ര, ഓൻ ഫോട്ടോഷൂട്ടിലാണല്ലോ. കുഞ്ഞുമോളെ ഉരുട്ടിടലെങ്ങായി. നീ വന്ന ഒറ്റക്കിരിക്കുമ്പോ പ്രശ്നമില്ല, ഇവളും കൂടി ഇരിക്കുമ്പോ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ജയശേട്ടനൊന്നും ഇറങ്ങി, ഞാൻ കാണിച്ചിരുന്ന പരിപാടി ഒന്നിറങ്ങിയേ. അടുത്ത് പിടിച്ചാ പരിപാടി, സിമ്പിൾ പരിപാടി ഉള്ളത് കാണിച്ചുതരാം. ഒറ്റ മിനിറ്റ് ഞാനിപ്പോ ഇപ്പൊ. സോറി മാം, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല സുമിത്ര. ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ട് വന്നാൽ മതി. തന്നെ അന്വേഷിച്ചിട്ട് ഇന്നലെ ഓഫീസിലെ താത്രിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. തന്റെ കരണം അടിച്ചു പുകച്ചിട്ടേ അവര് പേന കൈകൊണ്ട് തൊടലൂ എന്നാ പറഞ്ഞേ. അത് കാര്യാക്കണ്ട, ഞാൻ നേരിട്ട് വന്നിട്ട് അവരോട് സോറി പറഞ്ഞു. ഓക്കെ ശരി. പെണ്ണല്ലേ മാഷേ പോന്നു. ചെക്കൻ കൊണ്ടുവന്നാലും ഇങ്ങനെയാ, ഇതെല്ലാം ഇതിന്റെ അപ്പുറം കണ്ടു വരും. ബാബു ഇനി ഒന്നും നോക്കണ്ട, സച്ച് കാലെടുക്കല്ല. പെണ്ണ് വീട്ടുകാർ ഒറ്റ എടുത്ത് ജീവനോടെ പുറത്തു പോകാൻ പാടില്ല. ഫോട്ടോഗ്രാഫർ എന്റെ കൈ കിട്ടിയാണല്ലോ. നീ ടെൻഷൻ അടിക്കണ്ട. ഏത് നായിയാണ് ഇവനെ ബുക്ക് ചെയ്ത്? അച്ഛനാ സ്പീഡ് കൂട്ട്. നിങ്ങൾ ഓന് പെണ്ണിനെല്ലാം നോക്കണ്ടേ? വല്ല ആമ്പിളര് കിട്ടുമോ നോക്ക്. ഓ മഴവില്ലല്ലേ, മഴവില്ല കിളവോ. ഇനി അവൻ മഴവില്ലാണോ തന്നെയാണ് കുഴപ്പം. എനിക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ എന്റെ പെണ്ണുങ്ങളെല്ലാം മാപ്പുറത്തേക്ക് പറഞ്ഞ 9 മാസം കൊണ്ട് എനിക്ക് തിരിയാൻ പറ്റും. എന്റെ മഴവില്ലാതോ അത് ഇടിമിന്നലാതോ. നിങ്ങളിങ്ങനെ സ്റ്റാൻഡേർഡ് വിടില്ലേ? എന്ത് സ്റ്റാൻഡേർഡ് കളയാത്? 1 മുതൽ 4 വരെ എല്ലാ സ്റ്റാൻഡേർഡും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള സ്റ്റാൻഡേർഡ് നടക്കില്ല. ചെക്കനെ ഒളിച്ചോടി നല്ല ശീലാട്ടാ. പോ നോക്ക്. അടിച്ചു വിട്ടോ. ഓളെ അഹങ്കാരം നോക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല.
കള്ളപ്പണിക്കരെ എന്റെ മോന്റെ ജാതകത്തില് ഉമാമഹേശ്വരന്മാരെ കണ്ട എനിക്ക് പെണ്ണ് ഒളിച്ചോടി പോന്ന് കണ്ടെത്താൻ പറ്റില്ലടാ. ഇല്ലടാ നാഴനായേ, ഇതല്ലൊരു കണക്കൂട്ടല്ല വാങ്ങേ. പറയടാ 6, 60, 16, 24 എത്ര? പറയടാ. നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ? എടാ നമുക്ക് പിടിക്കടാ. എടാ വണ്ടി നിർത്തടാ. ഞാനാ പറയുന്നത് പിടിക്കും നമ്മള്. വണ്ടി നിർത്തടാ. വണ്ടി നിർത്താൻ. എടുത്തോട്ട് തിരിക്കും. എടുത്തോട്ടാ. ഡാ ഓരോ അങ്ങോട്ടല്ലേ പോയെ? ഇടത്തോട്ട് തിരിക്കാൻ. ഇന്റെ ഒരു കാര്യം. അന്ന് സിനിത കൈ നോക്കി പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി എന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ജയശേട്ടാ, നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല അകത്താന്ന്. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങളെ ലൈഫ് ഗതി പിടിക്കൂല. മോളെ മോളെ നമുക്ക് ഇറങ്ങവാ. അമ്മ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഇറങ്ങവാ. അമ്മ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ജയശേട്ടാ, അന്നേട്ടനെ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇന്നേട്ടനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇന്നേട്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ മറന്നീക്ക് പുറത്തു വന്ന സൂര്യനെ പോലെ തോന്നുന്നു. തോന്നുന്നില്ല? നീ ഇവിടെ വട്ടി. ഇവൻ ഏതാ ചേട്ടാ? നമുക്കൊരുമിച്ചൊരു ജീവിതം. പോവാ. അച്ഛൻ വരുന്നുണ്ടേ, അച്ഛനോട് പറയണ്ടേട്ടാ. എടാ ഇവക്ക് പേരാന്താടാ മുഴുവട്ട്. ജിതേഷേ, പെരാന്തിച്ചാണെങ്കിലും ആ സിനിത പറഞ്ഞാലും കാര്യമുണ്ടടാ. എന്ത് കാര്യം? എടാ ഓള് പറഞ്ഞില്ലേ എൻ്റെ ശത്രു പുറത്തല്ല അകത്താന്ന്. അത് ചിലപ്പോ എൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെയാണെങ്കിലോ? ഇതന്നെ അതിന്റെ പ്രശ്നം. കണ്ട പെണ്ണുങ്ങൾ പറയുന്ന എല്ലാം കേട്ട് നടന്നോളൂ. എടാ നമ്മൾ ആണുങ്ങൾ ആരെങ്കിലും ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കുവാ? നീ എന്നാ ഗോപിക പറയുന്ന കേട്ടിട്ട് ഓളെ ടൂറിന് വിട്ടോണ്ടല്ലേ ഓള് നിന്നെയും വിട്ടിട്ട് മറ്റോളോട് പോയത്? എടാ ഞാൻ എന്നോട് പണ്ടേ പറയല്ലേ, പെണ്ണുങ്ങൾ പറയുന്ന നമ്മൾ ആണുങ്ങളല്ല, നമ്മൾ ആണുങ്ങൾ പറയുന്ന പെണ്ണുങ്ങളെ കേൾക്കണ്ടെന്ന്. ഞാനൊന്നും എൻ്റെ ഓളെ ഒരു സ്ഥലത്ത് വിടൂല. അറിയാം എനിക്ക്. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല അകത്താന്ന്. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങളെ ലൈഫ് ഗതി പിടിക്കൂല. എന്താടാ നിർത്തിയ മുദ്രക്കണം വണ്ടി എനിക്ക് എന്തെന്നാടാ ആ പെണ്ണിന്റെ പെരാന്താ കളിക്കാ? ഓള് കൈ പിടിച്ചേർത്താ എനിക്ക് തോന്നിനി. മിണ്ടാണ്ടിരുന്നോളണം. എടാ പണ്ട് മുതലേ ഇഞ്ഞി പറയുന്നത് കേട്ടിട്ട് മര്യാദക്ക് പെമ്പിളോട് സംസാരിക്കാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇന്ത്യയും പൊരക്കാരെയും വാക്ക് കേൾക്കണ്ട അന്നേ ഞാൻ മേഘനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്നോൾ ഒളിച്ചോടി പോകില്ലായിരുന്നു. ഇനിയാടാ എന്റെ ഏറ്റവും വലിയ ശത്രു. ഇറങ്ങണ എന്റെ വണ്ടി. ഞാൻ വണ്ടിയിൽ ഇറങ്ങൂല. വണ്ടി ഇറങ്ങണ പട്ടി. ഞാൻ ഇറങ്ങൂല. വണ്ടി ഇറങ്ങണ പട്ടി കുരിപ്പ. ഇറങ്ങണ ഇത് കുണ്ടി ഇറങ്ങും. വണ്ടി ഇറങ്ങണ. ഇറങ്ങണ. നീ എന്നെ വണ്ടിയിൽ പുറത്താക്കിയല്ലേ? ഇന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ചോന്ന കാർ. വിദേശേ ഓ നീ ഷോവനിസ്റ്റ് ആണ്, വെറും ചെറ്റ ഷോവനിസ്റ്റ്. അച്ചാച്ചനാടാ ഷോവനിസ്റ്റ്. നിന്റെ കല്യാണം മുടങ്ങിയ എനിക്ക് പെരാന്തായതാടാ പെരാന്താ. നിന്റെ കല്യാണം ഒരിക്കലും നടക്കൂല. എനിക്ക് എപ്പെങ്കിലും ഒരു പണിനെ കെട്ടി എന്റെ കല്യാണം ഒന്ന് മുടങ്ങും. കല്യാണത്തിന് നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ നിന്റെ പെങ്ങളോ ചോദിച്ചോട് പോടാ. നിന്റെ കോട്ട് റുപ്യോന്റെ അച്ഛനെയും കാലിത്തിന്റെ പോലത്തെ പെങ്ങളെ ആദ്യം പുറത്താക്കണം. ഏതെങ്കിലും മൊയ്ത് പെണ്ണിന്റെ ഫോണായിരിക്കും വണ്ടി. ഇപ്പൊ എവിടെയുള്ള എടാ അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോറിക്ഷ കിട്ടുന്ന ഇറക്കി വിടറാ. മാമ്പഴത്തെ ജയശേ